അങ്ങനെ പഴനി വഴി പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. തേനിയിൽ നിന്നാണ് പോരുന്നത്. കാലത്ത് തന്നെ കുമളി വന്നു, തേനി കണ്ടു. അത് കഴിഞ്ഞ് കിട്ടിയ ബസ്സിൽ പെരിയകുളം, മത്തലക്കുണ്ട്, ചെമ്പട്ടിയെല്ലാം കണ്ട് ഒട്ടൻചിത്രം എന്ന സ്ഥലത്തേക്ക് അടുക്കാറായിരിക്കുകയാണ്. ഡിണ്ടിഗൽ ജില്ലയിലെ തന്നെ ഒരു പട്ടണമാണ് ഒട്ടൻചിത്രം എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഒട്ടൻചിത്രം എന്ന സ്ഥലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും വഴികളിലൊക്കെ ഇതേപോലെ ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണവും റോഡ് പണിയും ഒക്കെ ഇഷ്ടം പോലെ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിലെ പോലെ ഈ പറഞ്ഞ ഒരു ക്രോസിങ് വരുമ്പോഴോ ഒന്നും യാതൊരു വിധത്തിലുള്ള ബ്ലോക്കും ഇല്ല. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ചെമ്പട്ടിയിൽ നിന്ന് തിരിഞ്ഞ് പോരുന്ന വഴി മുതൽ ഏകദേശം കാണാൻ തുടങ്ങിയതിനാണ് ദൂരെ കാണുന്ന ആ ഒരു മലയുടെ കാഴ്ചകൾ. വീണ്ടും അടുത്ത ഒരു ഫ്ലൈ ഓവറിൻ്റെ പണിയിലേക്ക്, ആ ഫ്ലൈ ഓവറിൻ്റെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു, എത്തിയിരിക്കുകയാണ്. ഈ വഴികളെല്ലാം പോരുമ്പോഴും നേരെ എതിർവശത്ത് ഒരു മലയുടെ കാഴ്ചകളുണ്ട്. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പച്ചക്കറി ചന്ത, രണ്ടാമത്തെ പച്ചക്കറി ചന്തയാണ് ഈ ഒട്ടൻചിത്രം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഒട്ടൻചിത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് ബസ് പതുക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 34 കിലോമീറ്റർ കൂടെ ഉണ്ട് പഴനിക്ക്. അതുപോലെ തന്നെ നല്ലൊരു കന്നുകാലി ചന്തയും ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ഒട്ടൻചിത്രം എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ പച്ചക്കറി നഗരം എന്നാണ്. ഇവിടുത്തെ 70% പച്ചക്കറികളും നമ്മുടെ കേരളത്തിലേക്ക് തന്നെയാണ് ഇവർ കയറ്റിവിടുന്നത്. ബാക്കി ഉള്ള സ്ഥലങ്ങൾ, ബാക്കി ഉള്ള 30% ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്കും കർണാടകത്തിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ കയറി പോകുന്നുണ്ട്. അതേപോലെ തന്നെ പഴനിക്ക് ഒപ്പം തന്നെയുള്ള കൊങ്കു സംസ്കാരത്തിൻ്റെ ഭാഗം ആണ് ഈ ഒട്ടൻചിത്രത്തിലും പിന്തുടർന്ന് പോരുന്നത്. അതേപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിണ്ടിഗൽ ജില്ലയിലെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഭക്ഷണ സംസ്കാരം വളരെ വ്യത്യസ്തമാണ്. അതുപോലെ ഭക്ഷണ രീതി, അതുപോലെ അവരുടെ സംസ്കാരം എല്ലാം വളരെ വ്യത്യസ്തമാണ്. നാടൻ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ചും ഒട്ടൻചിത്രത്തിൻ്റെ തനതായ നാടൻ ഭക്ഷണങ്ങൾ, കൊല്ലുപറുപ്പ്, തട്ടയിര്, പരിപ്പയിര്, അതുപോലെ കൺവരക്, കങ്കു, അങ്ങനെയൊക്കെ ആണ് ഭക്ഷണത്തിൻ്റെ പേരുകൾ. അങ്ങനെ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഏതായാലും ഇപ്പോൾ ഈ പാസ് ചെയ്യുന്ന പോവുകയാണ്. ഒട്ടൻചിത്രം കഴിഞ്ഞിരിക്കുന്നു, പഴനിയോട് അടുത്തിരിക്കുന്നു. പഴനിയിലെ കാഴ്ചകൾ നമ്മൾ പണ്ട് കണ്ട സിനിമയിലെ ആ കാഴ്ചകളിലേക്ക് ഒക്കെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ബസ് ഏതാണ്ട് പഴനി ബസ് സ്റ്റാൻഡിനോട് അടുത്ത ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ പഴനി മുരുകൻ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പലതവണ ഞാൻ ഈ പഴനിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി ആ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നതിനോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും പഴനിയിൽ ഒരു 25 മിനിറ്റ് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് നേരം ഒരു 25 മിനിറ്റ് ബസ് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ആയിട്ട് നിർത്തി. അത് കഴിഞ്ഞ്
ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തി ഡിണ്ടിഗൽ ജില്ലയിലെ മുനിസിപ്പാലിറ്റിയാണ് എന്നതിന് പുറമെ ഡിണ്ടിഗലിൽ നിന്ന് 60 കിലോമീറ്റർ അകലത്തിലാണുള്ളത്. ആദ്യം കണ്ട ഒട്ടച്ചിത്രത്തിൽ നിന്ന് ഏകദേശം 34 കിലോമീറ്ററോളം പഴനിയിലേക്കുണ്ട്. ആ ശ്രീമുരുകസ്വാമിയുടെ അമ്പലം തന്നെയാണ് പഴനിയിലെ ഏറ്റവും വലിയ ആകർഷണം, ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത്. മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല വളർച്ച ഉള്ള ഏതൊരു തമിഴ്നാട്ടിലെ ഏതൊരു ടൗണിനെ പോലെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു പട്ടണം, നല്ല ഒരു വലിയ പട്ടണം എന്നുള്ള രീതിയിലേക്ക് പഴനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേ കാഴ്ചയിലൊക്കെയാണ് നമ്മൾ റോഡ് സൈഡിൽ നമ്മൾ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇരുവശത്തും കാണാനാവുന്നത്. അതിൻ്റെയൊക്കെ കുറേ എനിക്കാവും വിധമൊക്കെ ഞാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴനി എന്നുള്ള ആ ഒരു വാക്ക് വന്നിരിക്കുന്ന ഒരു രീതി, അത് വളരെ രസകരമായിട്ടുള്ള ഒരു കഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പഴം നീ എന്നുള്ള 2 വാക്കുകളിൽ നിന്നാണ് പഴനി എന്നുള്ള ആ പേര് ഉത്ഭവിച്ചിരിക്കുന്നത്. അത് ഒരു പുതിയ അറിവാണ്. ശരിക്കും നമുക്ക് ഒരു പക്ഷേ ആദ്യമേ നമുക്ക് പഴനി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഇങ്ങനെ ഒരു പേര് എന്നുള്ളത് നമുക്കൊരു ചിന്ത ഉണ്ടാവാം. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ജ്ഞാനപ്പഴത്തിൻ്റെ പേരിൽ സുബ്രഹ്മണ്യ സ്വാമി അച്ഛനമ്മമാരായിട്ടുള്ള ശിവപാർവതിമാരോട് വഴക്കിടുകയും അങ്ങനെ വഴക്കിട്ട് വന്ന് കൊടികൊള്ളുന്ന രൂപത്തിലുള്ള ഒരു പണ്ടാര സ്വരൂപമായിട്ടാണ് ഈ പഴനിയിലെ ആ വിഗ്രഹം എന്ന് ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ തമിഴ് കവിയായ ഔവയാർ തൻ്റെ കവിതകളിൽ പഴം നീയേ എന്ന്, നീ തന്നെയാണ് ജ്ഞാനപ്പഴം, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പഴനിയപ്പ ജ്ഞാനപ്പഴനിയപ്പ എന്ന് തുടങ്ങുന്ന ഗാനം. ഏതായാലും ആ ഒരു സംഭവത്തിൽ നിന്നാണ്, ആ ഒരു കവിതയിൽ നിന്നാണ് ഈ പഴനി എന്നുള്ള സ്ഥലനാമം ഉണ്ടായതെന്ന് കൂടി ഒരു ചരിത്രമുണ്ട്. അങ്ങനെ പഴനിയിലെ കാഴ്ചകൾ പുറകോട്ട് പോയിരിക്കുന്നു. അടുത്തത് ഉടുമ്പൽപേട്ടയിലേക്കാണ്.